അണ്ണാ ഓ അയ്യോ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അണ്ണാ? പറയാ അങ്ങനെ ആലോചിച്ചിട്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് സംശയം? അണ്ണാ, മെഡിക്കൽ കോളേജ് നടന്ന സംഭവം കണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ എന്തൊരു സംഭവം? ഒരു സംഭവവും ഇല്ല. ഇതൊക്കെ ചുമ്മാ പറയണത്. അണ്ണാ, അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത്. അത് പറയണ എന്താണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? ഓ മറ്റേ ഡോക്ടറെ അത് തന്നെ. ഡോക്ടർ കാണിച്ചത് പോക്കർത്തരമാണ്. അതായത് അവിടെ ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങളില്ല, ഇല്ല, ആവശ്യത്തിനുള്ള മരുന്നുകളില്ല, രോഗികൾ ശരിക്കും ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടേ ഈ ഡോക്ടർ അയാളെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കയറി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. പിന്നെ ആൾക്കാർ മൊത്തം അറിഞ്ഞില്ലേ? മോശമായില്ലേ? പാവപ്പെട്ട ആനുകൂല്യം കിട്ടണ, പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടും. പിന്നെ ഇടേ ഇതിനകത്ത് ഡോക്ടറെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം എന്നറിയാമോ? മന്ത്രിക്ക് ഇത് പറയാം, പിന്നെ പാർട്ടി സെക്രട്ടറിക്കും പറയാം, പിന്നെ LC സെക്രട്ടറിക്കും പറയാം, പിന്നെ വേണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെ അങ്ങ് പറഞ്ഞോ. പക്ഷെ ഈ സത്യങ്ങളെല്ലാം അറിയാന്നുള്ള ഡോക്ടർ ഒരിക്കലും പറഞ്ഞുകൂടാ. നമ്മൾ നല്ല സുന്ദരമായിട്ട് പണി നടക്കും, ഉറപ്പാണ്. അതായത് ഒരു 40 വർഷത്തിന് മുമ്പ് അയാൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ അയാൾ പഠിച്ച അതേ ക്ലാസ്സിലെ ഒരു റൂളി പെൻസിൽ മോഷണം പോയി. അപ്പൊ അയാൾ ഇവിടെ ഇല്ലാത്ത സമയത്ത്, മെഡിക്കൽ കോളേജിൽ അയാൾ ഇല്ലാത്ത സമയത്ത് അയാളെ റൂമിൽ കയറി നമ്മളെ പ്രിൻസിപ്പാലും സൂപ്രണ്ടും കൂടെ ചേർന്ന് മുറി അങ്ങോട്ട് തുറന്നേ നല്ലൊരു പരിശോധന നടത്തി. പകുതി റൂളി കിട്ടി. ഇനി പകുതി എവിടെ? എന്റെ ഇല്ല. നീ തരുമോ? ഇല്ല. അപ്പൊ അത് കണ്ടെത്തണം. അപ്പൊ അയാളെ വീട്ടിൽ കൂടെ ഒന്ന് പരിശോധന നടത്തുമ്പോ ബാക്കി എങ്ങാനും കിട്ടിയ ഇത് രണ്ടും കൂടെ നമ്മള് ടപ്പർ ഇട്ട് വെച്ച് നോക്കും. നല്ല മാച്ചാണെങ്കിലേ അപ്പോഴും കുരുങ്ങും. അങ്ങനെ ഇവിടെ പാവങ്ങൾക്ക് ചികിത്സ കിട്ടണ്ട. അത് മതി.